നിങ്ങൾക്കറിയാമോ, മതങ്ങൾ കേവലം സ്വത്വങ്ങളായും വിശ്വാസങ്ങൾ അതിർവരമ്പുകളായും മാറുന്നതിന് മുൻപ് ചരിത്രത്തിന്റെ മണൽപ്പരപ്പുകളിൽ ഏകദൈവ വിശ്വാസത്തിന്റെ വിത്തുപാകിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അബ്രഹാം അഥവാ ഇബ്രാഹിം നബി. ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാനല്ല, മറിച്ച് അദൃശ്യനായ ഒരു ദൈവത്തിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ കരുത്തിൽ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാനാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നീ 3 ആഗോള വിശ്വാസധാരകളുടെയും വേരുകൾ ചെന്നെത്തുന്നത് ഈ ഒരൊറ്റ മനുഷ്യനിലേക്കാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വലിയ ചർച്ചയാകുമ്പോഴും അവയെല്ലാം ഒരേ ആത്മീയ സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന സത്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ഈ വിശ്വാസ സംഹിതകളുടെ പരിണാമവും അവ തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധവും ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ വിപ്ലവകരമായ തുടക്കം. പുരാതന മെസപ്പട്ടോമിയയിലെ ഊർ എന്ന നഗരത്തിൽ വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസവും കൊടികുത്തി വാണിരുന്ന കാലത്താണ് അബ്രഹാമിന്റെ വിപ്ലവകരമായ ചിന്തകൾ ഉദയം കൊള്ളുന്നത്. ചുറ്റുമുള്ളവർ പ്രകൃതി ശക്തികളെയും മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെയും ആരാധിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു പരമാധികാരിയുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇത് കേവലം ഒരു വിശ്വാസ മാറ്റമായിരുന്നില്ല, മറിച്ച് അന്നത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ വ്യവസ്ഥിതിക്കെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു. അബ്രഹാമിന്റെ ഈ അചഞ്ചലമായ വിശ്വാസമാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ 3 മതങ്ങളുടെയും അടിത്തറയായി മാറിയത്. ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം പരീക്ഷിക്കപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം കാണിച്ച മനോധൈര്യം 3 മതഗ്രന്ഥങ്ങളിലും ഒരുപോലെ ആദരിക്കപ്പെടുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് മതവിശ്വാസം എന്നത് നിയമങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള ആഴത്തിലുള്ള ഉടമ്പടിയായി മാറുന്നത്. 2 പുത്രന്മാർ പടുത്തുയർത്തിയ ചരിത്ര വഴികൾ. അബ്രഹാമിന്റെ പൈതൃകം 2 ശാഖകളായി തിരിയുന്നത് അദ്ദേഹത്തിന്റെ പുത്രന്മാരിലൂടെയാണ്. ഇസ്ഹാക്ക് അഥവാ ഐസക്, ഇസ്മായിൽ അഥവാ ഇസ്മയിൽ എന്നീ 2 മക്കൾ 2 വലിയ നാഗരികതകൾക്കും വിശ്വാസധാരകൾക്കും വഴിവരുന്നു. സാറയിൽ ജനിച്ച ഇസ്ഹാക്കിലൂടെ ജൂതമതത്തിന്റെ വംശാവലി ആരംഭിക്കുന്നു. ഇസ്രയേൽ ജനതയുടെ പിതാവായി ഇസ്ഹാക്ക് കണക്കാക്കപ്പെടുമ്പോൾ ഹാജറയിൽ ജനിച്ച ഇസ്മായിലിലൂടെ അറബ് വംശജരുടെയും പിൽക്കാലത്ത് ഇസ്ലാം മതത്തിന്റെയും ആത്മീയ പാരമ്പര്യം വളർന്നു വന്നു. ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ 2 വംശാവലികളും ശത്രുക്കളായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ എബ്രഹാം എന്ന മഹാമരത്തിന്റെ 2 സമാന്തര ശാഖകളാണ്. ഈ 2 പുത്രന്മാരും അവരുടെ പിതാവിന്റെ ഏകദൈവ വിശ്വാസത്തെ ലോകത്തിന്റെ 2 ഭാഗങ്ങളിലേക്ക് പടർത്തുകയാണ് ചെയ്തത്. ഇത് കേവലം രക്തബന്ധത്തിന്റെ കഥയല്ല, മറിച്ച് ഒരേ സത്യത്തെ 2 വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ വ്യാഖ്യാനിച്ചതിന്റെ ചരിത്രമാണ്. ജൂതമതം ഉടമ്പടിയുടെയും പാരമ്പര്യത്തിന്റെയും കാവലാണ്. ജൂതമതം എബ്രഹാമിനെ കാണുന്നത് ദൈവം തന്റെ ജനതയുമായി ഉണ്ടാക്കിയ വിശുദ്ധമായ ഉടമ്പടിയുടെ ആരംഭമായിട്ടാണ്. ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും പരമ്പരയിലൂടെ കൈമാറി വന്ന ഈ വിശ്വാസം തോറ എന്ന നിയമഗ്രന്ഥങ്ങളിലും പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ്. മറ്റുള്ളവരെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനേക്കാൾ സ്വന്തം പൈതൃകവും നിയമങ്ങളും തലമുറകളിലേക്ക് കൈമാറുന്നതിലാണ് ജൂതമതം ഊന്നൽ നൽകുന്നത്. നീതി, കൂട്ടായ ഉത്തരവാദിത്വം, ലോകത്തെ നന്നാക്കുക, അതായത് തിക്കൂൻ ഉലാം എന്നീ ആശയങ്ങൾ ഈ വിശ്വാസത്തിന്റെ കാതലാണ്. അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദത്ത ഭൂമിയും ദൈവവുമായുള്ള ബന്ധവും ഇന്നും ജൂതവിശ്വാസികളുടെ സ്വത്വത്തിന്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകളോളം നീണ്ട പ്രവാസവും പീഡനങ്ങളും അതിജീവിച്ച ഈ മതം ഏകദൈവ വിശ്വാസത്തെ ഒരു ജനതയുടെ അതിജീവന മന്ത്രമായി നിലനിർത്തി. ക്രിസ്തുമതം വിശ്വാസത്തിലൂടെയുള്ള പുതിയ ഉടമ്പടി. ജൂതമതത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ക്രിസ്തുമതം ജനിച്ചത്. ജൂതപ്രമാണങ്ങളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ യേശുക്രിസ്തുവാണെന്ന വിശ്വാസമാണ് ഈ മതത്തിന്റെ അടിസ്ഥാനം. അബ്രഹാമിന് ലഭിച്ച വാഗ്ദാനങ്ങൾ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ഹീബ്രു ബൈബിളിനെ, അതായത് പഴയ നിയമത്തെ ആദരിക്കുമ്പോഴും യേശുവിന്റെ സുവിശേഷങ്ങളിലൂടെ ലഭിച്ച പുതിയ നിയമത്തിന് അവർ പ്രാധാന്യം നൽകുന്നു. നിയമങ്ങളെക്കാൾ വിശ്വാസത്തിനും ദൈവകൃപയ്ക്കും രക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു രീതിയാണ് ക്രിസ്തുമതം ലോകത്തിന് മുന്നിൽ വെച്ചത്. അബ്രഹാം എങ്ങനെയാണോ ദൈവത്തെ വിശ്വസിച്ച് സ്വന്തം നാട് വിട്ടിറങ്ങിയത്, അതുപോലെ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണമാണ് ക്രിസ്തുമതത്തിന്റെ പ്രധാന ദർശനം. ഇത് വംശീയമായ അതിർവരമ്പുകൾ ഭേദിച്ച് ക്രിസ്തുമതത്തെ ഒരു ആഗോള വിശ്വാസമാക്കി വളരാൻ സഹായിച്ചു. ഇസ്ലാം ആദിമ വിശുദ്ധിയിലേക്കുള്ള മടക്കം. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം, അതായത് ഇബ്രാഹിം നബി, ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല,
മറിച്ച് ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു ആദിമ മുസ്ലിമാണ്. ലോക ചരിത്രത്തിൽ ദൈവമയച്ച അനേകം പ്രവാചകന്മാരിൽ പ്രധാനിയായി അദ്ദേഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. മുഹമ്മദ് നബി കൊണ്ടുവന്ന മതം പുതിയ ഒന്നല്ലെന്നും മറിച്ച് അബ്രഹാം വിഭാവനം ചെയ്ത ആ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മക്കയിലെ കഅബ അബ്രഹാമും പുത്രൻ ഇസ്മായിലും ചേർന്ന് നിർമ്മിച്ചതാണെന്ന വിശ്വാസം ഇസ്ലാമിൽ ദൃഢമാണ്. ഹജ്ജ് കർമ്മങ്ങളിലെ ഓരോ ചടങ്ങും ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. വിഗ്രഹാരാധനയെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകത്വത്തിന്, അതായത് തൗഹീദിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം അബ്രഹാമിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. പൊതുവായ വേരുകളും ആധുനിക ലോകവും വ്യത്യസ്ത ആചാരങ്ങളും ആരാധനാ രീതികളും ഉണ്ടെങ്കിലും ഈ മൂന്ന് മതങ്ങളും പങ്കുവയ്ക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. പ്രാർത്ഥന, ദാനം, നോമ്പ്, പരസ്പര സ്നേഹം, നീതി എന്നിവയെല്ലാം ഈ മൂന്ന് മതങ്ങളുടെയും ആണിക്കല്ലുകളാണ്. ചരിത്രപരമായി പലപ്പോഴും രാഷ്ട്രീയവും അധികാരമോഹങ്ങളും ഈ മതങ്ങൾക്കിടയിൽ മതിലുകൾ തീർത്തിട്ടുണ്ടെങ്കിലും ആത്മീയമായി ഇവയെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് ഒഴുകുന്ന പുഴകളാണ്. ആധുനിക ലോകത്ത്, പ്രത്യേകിച്ച് 2026 ഈ കാലഘട്ടത്തിൽ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും അബ്രഹാമിക് ഉടമ്പടികൾ പോലെയുള്ള സംരംഭങ്ങൾ ഈ പൊതു പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നു. മതങ്ങൾ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, മറിച്ച് അബ്രഹാം കാണിച്ചു തന്നതുപോലെ മാനവികതയെയും ദൈവവിശ്വാസത്തെയും കൂട്ടിയിണക്കാനുള്ളതാണെന്ന തിരിച്ചറിവ് ഇക്കാലത്ത് ഏറെ പ്രധാനമാണ്. വിശ്വാസങ്ങളെ കേവലം സ്വത്തു രാഷ്ട്രങ്ങളായി കാണാതെ അവയുടെ അന്തസത്തയെ തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനം കൈവരൂ. നാം വ്യത്യസ്ത രീതികളിൽ പ്രാർത്ഥിക്കുമ്പോഴും വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മീയ പിതാവായ അബ്രഹാം വിഭാവനം ചെയ്ത ആ ഏകദൈവ വിശ്വാസത്തെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും തണലിലാണ് നാം വസിക്കുന്നത്. ഈ പൊതുവേരുകളെ തിരിച്ചറിയുന്നത് മതങ്ങൾക്കിടയിലുള്ള ശത്രുത കുറയ്ക്കാനും സഹവർത്തിത്വത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കാനും സഹായിക്കും. വിഭജനത്തിൻ്റെ മതിലുകൾക്ക് മുകളിൽ നാം പണിയേണ്ടത് സംവാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാലങ്ങളാണ്. ആ പാലങ്ങളുടെ ഉറച്ച അടിത്തറ അബ്രഹാം എന്ന മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പാകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.